السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي جعل الدنيا مزرعة للآخرة ودار انتقال إلى دار القرار والرحمة، وفضل فيه العلماء والزهاد ومن عمل لما بعد الموت. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. ബഹുമാനപ്പെട്ട ചർലുസ്താദിനെ സ്നേഹിക്കുന്നവരും അറിയുന്നവരും അറിയാൻ ഉദ്ദേശിക്കുന്നവരുമായ മഹത്തുക്കളെ, ബഹുമാനപ്പെട്ട ചർല അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനവർകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരാളം പറയാനുണ്ട്. എനിക്കറിയുന്നത് തന്നെ 1, 2, 3 മുജല്ലദുകൾ എഴുതാൻ നമ്മുടെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് ചെറിയ ഒരു അല്പകാര്യങ്ങൾ മാത്രം ശ്രോതാക്കളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നു. പുതിയ തലമുറകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. 1940 പെരിങ്കല്ലേരി മുഹമ്മദ് മുസ്ലിയാരുടെയും ഉമ്മു ആയിഷ എന്ന ഉമ്മാച്ചയുടെയും 4ാമത്തെ മകനായി മുണ്ടോട്ടുംപുറം വീട്ടിൽ ജനിച്ചു. 4ാമത്തെ പിതാമഹനായ മഹാപണ്ഡിതനായിരുന്ന ധാരാളം കറാമത്തുകൾക്കുടമയായ അബ്ദുറഹ്മാൻ ഹാജി എന്നവരുടെ പേർ ദീർഘവീക്ഷണത്തിൻ്റെ ഉടമയായ പിതാവ് മുഹമ്മദ് മുസ്ലിയാർ കുട്ടിക്ക് പേരിട്ടു. ബാപ്പുട്ടി എന്ന ഓമനപ്പേരിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും വിളിച്ചിരുന്നത്. നാട്ടിൽ വന്ന് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ ചോദിച്ചാൽ അറിയുന്നവർ വളരെ കുറവായിരുന്നു. മുതിർന്നവരും സമകാലീനരും ചെറിയവരും ബാപ്പുട്ടിയെ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ചെറുപ്പത്തിലെ കൂർമ്മ ബുദ്ധിയും തൻ്റെടവും പ്രത്യേക ആകർഷണീയമായ ജീവിത ശൈലിയും കാണുന്നവരെ എല്ലാവരെയും വളരെ ആകർഷിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബാപ്പുട്ടി ഒരു സംഭവമായി ചെറുപ്പത്തിൽ തന്നെ ബന്ധപ്പെട്ടവർ മനസ്സിലാക്കിയിരുന്നു. ബാപ്പുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം മക്കളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണമെന്ന് കരുതി കരുക്കൾ നീക്കിയ പലരുമുണ്ടായിരുന്നു. ഉസ്താദിന് ബാപ്പുട്ടി ചർല അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരെ സംബന്ധിച്ചാണ് ഉസ്താദ് എന്ന് പറയുന്നത്. അവർക്ക് 10 വയസ്സുള്ളപ്പോൾ ഉമ്മ മരണപ്പെട്ടു. നാട്ടുകാർക്കും കുടുംബത്തിനും മുതഅല്ലിമീങ്ങൾക്കും എല്ലാ അഗതികൾക്കും അശരണർക്കും വലിയ തണലായിരുന്നു ഉമ്മാച്ച. ഭക്ഷണം കൊടുക്കാനും വിശപ്പടക്കാനും വളരെ തൽപരയായിരുന്നു. അതുകൊണ്ട് തന്നെ മുണ്ടോട്ടുംപുറം വീട്ടിൽ അന്ന് ധാരാളം ആളുകൾ താമസിക്കുകയും സന്ദർശകരായും ഉണ്ടാകുമായിരുന്നു. ധാരാളം കൃഷിയും പറമ്പുകളും അന്ന് ഉസ്താദിൻ്റെ പിതാവായ മുഹമ്മദ് മുസ്ലിയാർക്കുണ്ടായിരുന്നു. അന്ന് പട്ടിണിയില്ലാത്ത വീടുകളിലൊന്നായിരുന്നു ഉസ്താദിൻ്റെ വീട്. 4 സഹോദരങ്ങളും 1 സഹോദരിയും ഉസ്താദിനുണ്ട്. പിന്നീട് പിതാവ് കല്യാണം കഴിച്ചതിൽ 2 സഹോദരന്മാരും 1 സഹോദരിയും ഉസ്താദിനുണ്ട്. ഉമ്മയുടെ മരണശേഷം തികച്ചും അനാഥരായി ആ 6 മക്കൾ. 5 സഹോദരങ്ങളും പള്ളി ദർസിലേക്ക് പഠനത്തിന് പോയി. നമ്മുടെ ചർല ഉസ്താദ് പല ദർസുകളിലും ചുറ്റിയെങ്കിലും ഉസ്താദിന് ഇഷ്ടപ്പെട്ട ദർസിൽ എത്തിയത് ചാലിയത്ത് ബഹുമാനപ്പെട്ട OK സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ അവരുടെ അടുത്ത് എത്തിയപ്പോഴാണ്. ചാലിയത്തെ ഉസ്താദ് എന്നാണ് അന്ന് OK ഉസ്താദിനെ സംബന്ധിച്ച് പറയൽ. OK ഉസ്താദിനും ചർല ഉസ്താദിനും പരസ്പരം പൊരുത്തമായി, ഇഷ്ടമായി. OK ഉസ്താദിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനും ഖാദിമും ആയി. OK ഉസ്താദ് ആദ്യകാലത്ത് സ്വന്തമായിരുന്നു വസ്ത്രങ്ങൾ അലക്കിയിരുന്നത്. ബഹുമാനപ്പെട്ട ചർല ഉസ്താദ് ദർസിൽ വന്നതിൻ്റെ ശേഷം ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലെ ചർല ഉസ്താദിൻ്റെ അന്ന് ചർല ഉസ്താദ് ചെറിയ കുട്ടിയാണ്.
ആ ചെറുള്ള ഉസ്താദ് ഓക്കെ ഉസ്താദിൻ്റെ വാതിക്കൽ പോയി നിന്ന് ഓക്കെ ഉസ്താദ് പുറത്തു വരുമ്പോൾ വസ്ത്രം അലക്കാൻ വേണ്ടി ചോദിച്ചു. അത് കൊടുക്കുകയും ചെയ്തു. അതോടുകൂടെ ചെറുള്ള ഉസ്താദിൻ്റെ വസ്ത്രം ചെറുള്ള ഉസ്താദ് അവിടെ നിന്ന് ദയൂബന്ദിലേക്ക് പോകുന്നത് വരെ അലക്കിയിരുന്നത് ചെറുള്ള ഉസ്താദായിരുന്നു. ആ സംഭവമെല്ലാം എന്നോട് വ്യക്തമായി ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. ചെറുള്ള ഉസ്താദ് 10ഓളം വർഷം അവിടെ പഠിച്ചു. ഓക്കെ ഉസ്താദ് എല്ലാ കിതാബുകളും ഓതിക്കൊടുത്തു. അന്ന് ദർസിൽ ചെർള എന്ന പേര് വളരെ പ്രസിദ്ധവും എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ചെർളയെ അന്ന് അറിയാത്തവർ ഉണ്ടായിരുന്നില്ല. ഉസ്താദിൻ്റെ ഇഷ്ടം കാരണം അസ്മാ തൊൽസമാത്ത് ചെർളക്ക് പഠിപ്പിക്കുകയും കിതാബുകൾ പ്രത്യേകമായി ഓതിക്കൊടുക്കുകയും ഇജാസത്ത് നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ദയൂബന്ദിൽ പോയി പഠനം പൂർത്തിയാക്കി തഹ്സീലായി വന്നു. ദയൂബന്ദിലെ ഉസ്താദുമാരും അസ്മായിൽ പ്രത്യേകം ഇജാസത്ത് നൽകുകയും അതിൻ്റെ കിതാബുകൾ നൽകുകയും ചെയ്തിരുന്നു. ദയൂബന്ദിൽ നിന്ന് തിരിച്ചു വന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മുദരിസീങ്ങളിൽ ഒരാളായി മഹാനായ ചെർള ഉസ്താദ് തിളങ്ങി. പ്രധാന ഉസ്താദുമാരും പിതാവും ഇജാസത്ത് നൽകിയത് പ്രകാരം ജീവിതം പച്ചപിടിപ്പിക്കാൻ അസ്മാ ഉപയോഗപ്പെടുത്തുകയും അതിൽ വലിയ ഫലസിദ്ധിയും നേടിയിരുന്നു. ഉസ്താദ് ഏറ്റെടുത്ത കാര്യങ്ങൾ പരാജയപ്പെടാറില്ല എന്നത് ഒരു നഗ്ന സത്യമായിരുന്നു. കിതാബിൽ എല്ലാ വിഷയത്തിലും വർണ്ണനാതീതമായ കഴിവായിരുന്നു ഉസ്താദിന്. മഹാനവർകൾക്ക് വഴങ്ങാത്ത ഒരു ഫന്നും ഉണ്ടായിരുന്നില്ല. ചെർള ഉസ്താദിന് അള്ളാഹു നൽകിയ പ്രത്യേകതയാണ് മനസ്സിലുള്ള ആശയം പറഞ്ഞു ധരിപ്പിച്ച് ഏത് മന്ദബുദ്ധിയെപ്പോലും കഴിവുറ്റവനാക്കുക എന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ചെർള ഉസ്താദിൻ്റെ റിസാല ദർസ് എടുത്തു പറയേണ്ടതാണ്. മാറദിനിയോട് കൂടെ ഹിസാബും ഓതിത്തരും. ബോർഡ് ഉപയോഗിക്കില്ല, കമ്പിക്കൂട് ഇല്ല, ബോൾ ഇല്ല, ഒന്നുമില്ല. ഫലക്കുൽ അഫ്ലാക്കും അതിൻ്റെ ഉള്ളിൽ ഭൂമി വരെയുള്ള എല്ലാ ഫലക്കുകളും കുറകളും ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാക്കും. പിന്നീട് ദായിറകൾ, അതിൻ്റെ ശേഷം ഓരോരോ ബാബിലെയും ഈ 2 മുസല്ലസ് ഉണ്ടാക്കും. എന്നിട്ട് ചെറുതും വലുതുമായ മുസല്ലസിൻ്റെ തനാസുബ് വിവരിക്കും. ആ ദർസിലുള്ള ഒരാൾക്കും ആ 2 മുസല്ലസും അതിൻ്റെ തനാസുബും പറയാൻ കിട്ടാത്ത ഒരാളും ഉണ്ടാകൂല. എത്ര രസമായാണ് അത് അവതരിപ്പിക്കൽ! ഇന്ന് ചിന്തിക്കുമ്പോഴും ആ മധുരം മനസ്സിൽ വരും. ദർസ് കഴിഞ്ഞ് പള്ളിയുടെ മുകളിൽ വന്നാൽ മുസല്ലസുകൾ ഞാൻ പറയാമെന്ന് പറഞ്ഞ് മുന്നിൽ വരൽ പലപ്പോഴും മറ്റു വിഷയങ്ങളിൽ പിന്നോട്ടുള്ള ചില സഹപാഠികളായിരിക്കും. എന്തൊരു കഴിവാണ്! അനുഭവിച്ചറിയണം. അള്ളാഹു അവരുടെ സർവ്വ അമലുകളും സ്വീകരിക്കട്ടെ, ഖബറിലേക്ക് ദൈനംദിനം എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. എൻ്റെ പിതാവ് ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർ, അവരുടെ 2ാമത്തെ അനുജനാണ് ഞങ്ങളുടെ ബാപ്പുട്ടി ആപ്പ. പലപ്പോഴും എൻ്റെ പിതാവ് എന്നോട് പറയുമായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വയസ്സ് ദാനം ചെയ്യാൻ വേണ്ടി അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ വയസ്സ് ചുരുക്കി അത്രയും വയസ്സ് ബാപ്പുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിലേറെ എത്രയോ ഖൈറാണ് അവൻ ജീവിച്ചാൽ എന്ന് പലപ്പോഴും പറയലുണ്ട്. ഞാൻ ഉസ്താദിൻ്റെ ദർസിൽ കൈക്കോട്ട് കടവ് 2ാമത്തെ വർഷമാണ് എത്തുന്നത്. അന്ന് ഞാൻ അൽഫിയ അത്ഫിൻ്റെ ബാബ് ഓതുന്ന ബാച്ചിലാണ് ചേർന്നത്. ഞാൻ ഫസ്റ്റ് ക്ലാസ് കേട്ടതോടെ എനിക്ക് ബോധ്യമായി എനിക്ക് കുറേ മനസ്സിലാകാതെ പോയിട്ടുണ്ടെന്ന്. പിന്നീട് അത് വീണ്ടെടുക്കാൻ ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ആ ആദ്യത്തെ ദർസ്
അൽ അത്ഫു ഇമ്മാ ദൂ ബയാനിൻ ഔ നസഖ് എന്നത് ഉസ്താദ് ആടിച്ചൊല്ലുന്നതും അത് വിശദീകരിക്കുന്നതും ഇപ്പോഴും കൈക്കോട്ട് കടവിലെ പള്ളിയുടെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തിരുന്ന് ഓതിത്തരുന്നതും അവിടെ ഇരിക്കുന്നതും ആ വലിയ ഹൽക്കയും കണ്ണിലും മനസ്സിലും തളം കെട്ടി നിൽക്കുന്നു. അന്ന് ആ ബാച്ചിൽ ഉള്ളവർ എല്ലാം ഇന്ന് കേരളത്തിലെ അറിയപ്പെട്ട പണ്ഡിതരാണ്. ഉസ്താദിൻ്റെ പ്രത്യേക പരിഗണന ഉള്ള കിതാബുകളിൽ ഒന്നാണ് ശർഹു തഹ്ദീബ്. എല്ലാ കിതാബുകളും വളരെ അധികം പരിഗണിച്ച് ഓരോരോ കിതാബുകളിലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഉസ്താദിൻ്റെ ദർസ്. അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യേകത ഇല്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് വെച്ച് ഓതിത്തരുന്ന ഒരു ദർസും ഉസ്താദിൻ്റെ ദർസില്ല എന്നുള്ളതാണ്. എന്നാലും ശർഹു തഹ്ദീബ് പ്രത്യേകം പരിഗണിക്കും. ശർഹു തഹ്ദീബിൻ്റെ ദർസ് അതൊരു സംഭവം തന്നെയാണ്. എങ്ങനെ അതെല്ലാം വർണ്ണിക്കാൻ കഴിയും? ആദ്യം മത്തിന് അത് വിവരിക്കും, ശേഷം ശറഹ് ഓതി വളരെ അധികം വിശകലനം ചെയ്യും. ഇബാറത്ത് ഹല്ല് ചെയ്യുമ്പോൾ ഇത് മുഖദ്ദറായ സുആലിൻ്റെ ജവാബാണ്, ആ സുആൽ ഇന്നതാണ്, അതിൻ്റെ മറുപടിയാണ് ഇപ്പറയുന്നത് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നതെല്ലാം എത്ര ലളിതമായിരിക്കും. പിറ്റേന്ന് ദർസുകൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പ്രത്യേകം ചോദിക്കും. സബക്കിൻ്റെ ഇടയിൽ ചിലരുടെ പേരുകൾ നീട്ടി വിളിക്കുന്നത് എന്തൊരു രസമാണ്. ഞാനടങ്ങുന്ന ബാച്ച് കോളേജിൽ പോകാൻ ഉസ്താദ് നിർദ്ദേശിക്കുമ്പോൾ അന്ന് തന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, നിങ്ങൾ ദർസുകൾ നടത്തുമ്പോൾ പല ബുദ്ധിക്കാരായ മുതഅല്ലിമീങ്ങളാകും മുന്നിലുണ്ടാകുക. അതിൽ ഏറ്റവും ബുദ്ധി കുറഞ്ഞവനെ പരിഗണിച്ച് ക്ലാസ് എടുക്കണം. അവന് മനസ്സിലായാൽ എല്ലാവർക്കും മനസ്സിലാകും. ബുദ്ധിമാനെ പരിഗണിച്ചാൽ അവന് മാത്രം മനസ്സിലാകും, മറ്റുള്ളവർക്ക് മനസ്സിലാകൂല എന്നത്. ബഹുമാനപ്പെട്ട ചർല ഉസ്താദ് പല നാടുകളിലും ദർസ് നടത്തിയിട്ടുണ്ട്. ആദ്യം ദയോബന്ദ് നിന്ന് വന്നിട്ട് ദർസ് നടത്തിയത് കുണ്ടോട്ടിയിലെ കാലിയാരകം മഹലിലാണ്. അവിടെ നിന്ന് കായംകുളം, വടക്കേക്കാട്, നന്ദി, മാമ്പുഴ, പൊന്മുണ്ടം, പൂക്കുളത്തൂർ, കത്തറമ്മൽ, കൈക്കോട്ട് കടവ്, ബീരിച്ചേരി, പടന്ന എന്ന സ്ഥലത്തെല്ലാം ദർസ് നടത്തിയിട്ടുണ്ട്. പൂതനാരി ബീരാൻകുട്ടി ഹാജിയുടെ മകൾ റുക്കിയ എന്നവരാണ് ഭാര്യ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ശാരീരിക സുഖവും മനസ്സമാധാനവും മഹദിക്ക് നൽകട്ടെ, ആമീൻ. 5 പെൺമക്കളും 3 ആൺമക്കളും ഉണ്ട്. ഉസ്താദിന് കൃഷിയോട് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഭാര്യ ഗൃഹത്തിനടുത്ത് തിർപ്പനച്ചിയിൽ വിശാലമായ തെങ്ങിൻ തോപ്പ് വാങ്ങിയപ്പോൾ അതിൽ തന്നെ വീട് വച്ച് താമസം തിർപ്പനച്ചിയിലേക്ക് മാറി. ഉസ്താദിൻ്റെ ജീവിതകാലത്ത് അത്രയും നല്ല തെങ്ങിൻ തോപ്പ് ആ പരിസരത്ത് കാണുമായിരുന്നില്ല. ദർസിൻ്റെ ഇടയിലും തീരെ ദർസ് നഷ്ടപ്പെടുത്താതെ തെങ്ങ് കൃഷി വളരെ ശ്രദ്ധിച്ച് ശാസ്ത്രീയമായി പരിപാലിക്കാൻ ഉസ്താദിന് കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ചർല അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് നാട്ടിൽ അറിയില്ല, ബാപ്പുട്ടി എന്ന് മാത്രമാണ് നാട്ടിലെ പേര്. തിർപ്പഞ്ചിയിൽ താമസിക്കുമ്പോഴും ചർല പുന്നത്ത് മഹല്ലിലെ ഒരു അംഗം പോലെയായിരുന്നു മഹല്ലക്കാർ കണ്ടിരുന്നത്. നാട്ടിലെ വഅ്ള് പരിപാടിയുടെ പ്രധാന വാഇള് ബാപ്പുട്ടിയോ അനുജൻ ബീരാൻ മുസ്ലിയാരോ ആവണമെന്നത് മഹല്ലക്കാരുടെ നിർബന്ധമായിരുന്നു. പള്ളിയുടെയോ മദ്രസയുടെയോ പ്രധാന പിരിവുകൾക്ക് നമ്മുടെ ബാപ്പുട്ടി വന്നാൽ അത് ശരിയാകുമെന്ന് പറയുകയും
ഉസ്താദിനെ പ്രമുഖർ പോയി ക്ഷണിക്കുകയും ഉസ്താദ് വന്ന് വഅ്ള് പറഞ്ഞു പോകുമ്പോൾ ആവശ്യത്തിൽ അധികം പണം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഓർക്കുന്നു, പുന്നത്ത് ജുമാ മസ്ജിദ് പുനർനിർമ്മാണ ഘട്ടത്തിൽ അവസാനത്തെ വഅ്ള് റമളാനിൽ ബാപ്പുട്ടിയാണ് നടത്തുന്നത്. അത്താഴം വരെ നീണ്ടു നിൽക്കുന്ന വഅ്ള്. ചിലപ്പോൾ ഉസ്താദിൻ്റെ കൂടെ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ പലരും ഉണ്ടാവലുണ്ട്. പ്രത്യേകിച്ചും അന്ന് ഉസ്താദിൻ്റെ പ്രമുഖ ശിഷ്യനായ ഇരുവേറ്റി അബൂബക്കർ ഫൈസി അവർ കൂടെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവരെ കൊണ്ട് ഉസ്താദ് പ്രസംഗിപ്പിക്കും. അവസാനം പള്ളിക്കാരനവർ മുകളിലേക്ക് എടുക്കാൻ വലിയ സംഖ്യ ഏൽക്കുകയും അത് കണ്ട് മറ്റൊരു കാരണവരും വലിയ സംഖ്യ ഏൽക്കുകയും അങ്ങനെ പള്ളിയുടെ മുകൾ ഭാഗവും എടുക്കാൻ പണം ലഭിക്കുകയും ചെയ്തു. വലിയ അംഗീകാരമായിരുന്നു നാട്ടിൽ ഉസ്താദിന്. ബാപ്പുട്ടി വന്നാൽ ഇന്ന് ബാപ്പുട്ടിയുടെ വയലാണ് എന്ന് പറഞ്ഞ് ചെറിയവരും വലിയവരും പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും അടക്കം എല്ലാവരും വയലിന് ആവേശപൂർവം വരുമായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പിതാവ് എൻ്റെ വല്ലിപ്പ നാട്ടിൽ അറിയപ്പെട്ട എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു മഹാമനുഷ്യനായിരുന്നു. മുണ്ടോട്ടുംപുറം മുഹമ്മദ് മുസ്ലിയാർ എന്നത് അവരെ കാണാത്തവർ പോലും ഇന്നും ഉച്ചരിക്കുന്ന ഒരു പേരാണ്. പണ്ഡിതനാണ്, ത്വരീഖത്തുകളുമായി ബന്ധമുള്ളവരാണ്, ധാരാളം റിയാദുകൾ നിർവഹിച്ച മഹാനാണ്. അവരുടെ ഒരു ഡയറിയിൽ എഴുതി വച്ചതാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത്. മഹാനായ മുഹമ്മദ് മുസ്ലിയാർ, ഞങ്ങളുടെ വല്ലിപ്പ ഉസ്താദിൻ്റെ പിതാവ്, എഴുതുന്നു: നമ്മുടെ പരമ്പര, ഞാൻ മുഹമ്മദ് മുസ്ലിയാർ, എൻ്റെ ബാപ്പ അഹമ്മദ് കുട്ടി ഹാജി, അവരുടെ ഉപ്പ മാഹി മുസ്ലിയാർ, അവരുടെ ഉപ്പ അബ്ദുറഹ്മാൻ ഹാജി വലിയ ആലിം ആയിരുന്നു. അവരുടെ ഉപ്പ മൊയ്തീൻ മൊല്ല വിസ ചികിത്സാരിയായിരുന്നു, കാപ്പാട് കബറടക്കി. അവരുടെ വാപ്പ വീരാൻകുട്ടി ഹാജി വലിയ സൂഫിയായിരുന്നു. അവരുടെ വാപ്പ മൊയ്തീൻ എന്നവർ വെള്ളക്കാരോട് പടവെട്ടി ഷഹീദായി. അവരുടെ ഉപ്പ മങ്കരത്തൊടി വീരാങ്കോയ ഷെയ്ഖാണ്, ആലിമാൻ. അവരുടെ ഉപ്പ മങ്കരത്തൊടി യൂസുഫ് മുസ്ലിയാർ പാറന്നമ്പിയുമായുള്ള മലപ്പുറം പടയിൽ ഷഹീദായി. മലപ്പുറം ഖാദിയും മുദരിസുമായിരുന്നു. ഇത്രയാണ് ഉസ്താദിൻ്റെ പരമ്പര നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മലപ്പുറം പടയിലെ മങ്കരത്തൊടി യൂസുഫ് മുസ്ലിയാർ അവരായിരുന്നല്ലോ അതിൻ്റെ നേതാവ്, ആ യുദ്ധം നയിച്ചിരുന്നത്. അവരാണ് ഉസ്താദിൻ്റെ പിതാമഹന്മാർ ചെന്ന് മുട്ടുന്നത്. ഉസ്താദിൻ്റെ മലേഷ്യയിലേക്കുള്ള അവസാന യാത്ര 1994 ജനുവരി ആദ്യത്തിൽ ഞാൻ നന്ദിയിൽ ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കോളേജിലെ പ്രധാനപ്പെട്ട എൻ്റെ ഉസ്താദ്, ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, എന്നെ വിളിച്ച് പറഞ്ഞു, നല്ല ഒരു ദർസ് തുടങ്ങണം, 100ഓളം മുത്തഅല്ലിമീങ്ങളെ ഞാൻ കൊണ്ടുവരും, നിങ്ങളായിരിക്കണം മുദരിസ്, നിങ്ങൾക്ക് നല്ല ശമ്പളം തരാം. അങ്ങനെ ഞാനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആ പള്ളിയിലേക്ക് മുദരിസായി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ വിളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാക്കിയത് എൻ്റെ എളാപ്പയാണ്. അവരോട് ചോദിക്കാതെ ഞാൻ ദർസ് ഏൽക്കൂല. അപ്പോൾ കോളേജിലെ ഉസ്താദ് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ തന്നെ എളാപ്പയുടെ അടുത്ത് പോയി സമ്മതം ചോദിച്ചു വരൂ. ഉടനെ ഞാൻ പടന്നയിലേക്ക് പുറപ്പെട്ടു. എളാപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു. എന്നോട്
ബാപ്പുട്ടിയാപ്പ പറഞ്ഞു, അതെല്ലാം വാഗ്ദാനങ്ങളാണ്, പൂർത്തിയാക്കപ്പെടണമെന്നില്ല. ഞാൻ മലേഷ്യയിലേക്ക് പോവുകയാണ്. നിന്നെ എൻ്റെ ദർസ് ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നത് വരെ നമുക്ക് രണ്ടാൾക്കും കൂടി നടത്താം, പിന്നീട് നീ സ്വന്തം. ഉസ്താദ് തെറ്റില്ലാത്ത ശമ്പളവും പറഞ്ഞു. ഇനി നീ ഇസ്തിഖാറത്ത് ചെയ്തോ. ശംസുൽ ഉലമയുടെ ഖാദിമല്ലേ, അവരോട് മുശാവറ ചെയ്തോ. അതുപോലെ വെളിമുക്ക് മുഹമ്മദ് കുട്ടി മുസ്ലിയാരോടും മുശാവറ ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാക്കാണ് അന്തിമ വാക്ക്, ഇനി മുശാവറ വേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ഉസ്താദ് പറഞ്ഞു, വേണ്ട, ചർച്ച ചെയ്ത് ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതി. ഞാൻ തിരിച്ച് കോളേജിൽ വന്നു. വെളിമുക്ക് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ ഞങ്ങളുമായി കുടുംബബന്ധമുള്ളവരും വലിയ സ്നേഹത്തിൻ്റെ ഉടമയും സൂഫിസം എന്ത് എന്ന് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തവരുമാണ് വെളിമുക്ക് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവിടത്തേക്കാണ് ആദ്യം ഞാൻ പോയത്. അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം എന്നോട് വെളിമുക്ക് ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് നൽകുന്ന ദാരിമി പട്ടം അത് ഇവിടെ പഠിച്ച് പാസ്സായ എല്ലാവർക്കും നൽകും. അതിലും വലുതാണ് ചരള പോകുമ്പോൾ ദർസി ഏൽപ്പിച്ച ആള് എന്നത്. അതുകൊണ്ട് ശമ്പളമൊന്നും പറയണ്ട, ആരോടും ഇനി ചോദിക്കണ്ട, നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി എന്ന്. അങ്ങനെ ശവ്വാലിൽ പടന്നയിൽ ഞാൻ പോയി. ഞാൻ പടന്നയിൽ എത്തി 2 ദിവസം കഴിഞ്ഞ് ഉസ്താദും വന്നു. ദർസുകൾ നിശ്ചയിച്ചു. ഒരേ സുപ്രയിൽ നിന്ന് ഭക്ഷണം പകൽ ഞാൻ പടന്ന വലിയ പള്ളിയുടെ മുകളിലായിരിക്കും. രാത്രി ഉസ്താദിൻ്റെ റൂമിൻ്റെ ചാരത്ത് ഉറങ്ങും വരെ വർത്തമാനങ്ങൾ, തമാശകൾ, ഉപദേശങ്ങൾ, ചരിത്രങ്ങൾ, എന്ത് രസമുള്ള ജീവിതമായിരുന്നു അത്. ഞാൻ ഇന്നും അഹങ്കാരത്തോടു കൂടെ അത് ഓർക്കുന്നു. അവിടെ വെച്ച് ഉസ്താദിൻ്റെ അനുഭവങ്ങളും ഉസ്താദുമായി ഇടപെട്ട മത്സരങ്ങളുമെല്ലാം ധാരാളം പറഞ്ഞു തന്നിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ അത് വലിയ വഴിത്തിരിവായി വന്നിട്ടുമുണ്ട്. ഒരു ദിവസം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. പടന്നയിലെ ഒരു പൗരപ്രമുഖൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഷാഫി ഉസ്താദ് നിസ്കാരത്തിൽ കാൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വച്ച് ആടിക്കളിച്ചപ്പോൾ എൻ്റെ ഖുശൂ പോയി. ഷാഫി ഉസ്താദിനോട് നിസ്കാരത്തിൽ അനങ്ങരുത് എന്ന് പറയണം. ഞാൻ പറഞ്ഞു, മഗ്‌രിബ് സമയത്ത് ഇവിടെ കൊതുക് ധാരാളമുണ്ടാകും. 13 വയസ്സായ കുട്ടിയാണ് ഷാഫി ഉസ്താദ്. ഞാൻ ദർസ് ഏൽക്കുന്നു എന്ന് അറിഞ്ഞ് ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് നിർബന്ധിച്ച് ഏൽപ്പിച്ച ഒരു യതീം കുട്ടിയാണ് ഈ ഷാഫി ഉസ്താദ്. കൊതുക് കാലിന് കടിക്കുമ്പോൾ അവൻ അറിയാതെ ഇളകുകയാണ്. ഷാഫി ഉസ്താദ് ഇളകുമ്പോൾ പോകാൻ മാത്രമുള്ള ഖുശൂ ആണോ നിങ്ങൾക്കുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ മറുപടി ഇഷ്ടപ്പെടാതെ ഹാജിയാർ ചെർലുസ്താദിൻ്റെ അടുത്ത് പോയി 2 സംഭവവും പറഞ്ഞു. അദ്ദേഹത്തോട് ഉസ്താദ് പറഞ്ഞത് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇവർ ഈ പറയുന്നത് വലിയ കാര്യമാണ് പറയുക.
നമ്മൾ അത് അങ്ങനെ തന്നെ കണക്കിലെടുത്ത് അത് നമുക്ക് പരിഗണിക്കാം. ആ ഇളകിയവനെ നമുക്ക് ശരിയാക്കാം എന്നെല്ലാം പറഞ്ഞാലേ അവർക്ക് തൃപ്തിയാകുകയും അവരുടെ ശല്യം ഇല്ലാതിരിക്കുകയും ചെയ്യുകയുള്ളൂ. വളരെ ശ്രദ്ധിച്ച് ഇവരോട് പെരുമാറണമെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. ആ ഉപദേശം എൻ്റെ ജീവിതത്തിൽ വല്ലാതെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പടന്നയിൽ നിന്നും ഉസ്താദ് മലേഷ്യയിലേക്ക് പോകുവാൻ വേണ്ടി നാട്ടിലേക്ക് വന്നു. ഒരു ബുധനാഴ്ചയാണ് മലേഷ്യ യാത്ര. 2 ആഴ്ച മുമ്പ് നാട്ടിലേക്ക് വന്നിരുന്നു. പുറപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ വ്യാഴാഴ്ച എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഫോൺ കോൾ വന്നു. പടന്ന ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്കാണ് ഫോൺ വരൽ. എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ഫോൺ. പെട്ടെന്ന് വരാൻ വേണ്ടി പറയുകയും ഞാൻ വീട്ടിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട മർഹൂം ഇബ്രാഹിം പുത്തൂർ ഫൈസിയുടെ മൂത്ത മകളുമായുള്ള വിവാഹ ആലോചനയായിരുന്നു അത്. വെള്ളിയാഴ്ച വൈകുന്നേരം പെണ്ണ് പോയി കണ്ടു. പരസ്പരം നടത്താമെന്നുള്ള തീരുമാനമായപ്പോൾ ചെർലുസ്താദിൻ്റെ അടുത്ത് പോകണമെന്ന് ഞാൻ വാശി പിടിച്ചു. അങ്ങനെ ഇബ്രാഹിം പുത്തൂർ ഫൈസിയും അവരുടെ കുടുംബങ്ങളും അടങ്ങുന്ന 10-ൽ കൂടുതൽ ആളുകളും ഞാനും നമ്മളുമായി ബന്ധപ്പെട്ട കുറച്ചാളുകളും ഉസ്താദിൻ്റെ വീട്ടിൽ പോയി. ഉസ്താദിനെ മുൻകൂർ വിവരം അറിയിച്ചിരുന്നു. ഉസ്താദ് വലിയ ഗംഭീര സദ്യ ഒരുക്കുകയും എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുകയും നിശ്ചയത്തിൻ്റെ ഡേറ്റും നിശ്ചയത്തിൻ്റെ അന്ന് കല്യാണം ഉറക്കേണ്ട ഡേറ്റും എല്ലാം നിശ്ചയിച്ചു. ഉസ്താദ് ദുആ ചെയ്തു. വലിയ ഭക്ഷണങ്ങളെല്ലാം സൽക്കാരങ്ങളെല്ലാം നടത്തി അവരെ പറഞ്ഞയച്ചു. പിന്നീട് ഞാനും ഉസ്താദുമായി കുറേ നേരം സംസാരിച്ചു. ആ പിരിയുന്ന രംഗം വല്ലാത്ത രംഗമായിരുന്നു. ഉസ്താദിൻ്റെ മുമ്പിൽ ഒരിക്കൽ പോലും ഉസ്താദിൻ്റെ കൂടെ കസാലയിലോ ബെഞ്ചിലോ ഇരിക്കലില്ല. അന്ന് ഉസ്താദിൻ്റെ മുത്തഅല്ലിമീങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്നാൽ ഉസ്താദ് ഇരിക്കാൻ പറഞ്ഞാലും ഇരിക്കലില്ല, നിൽക്കൽ തന്നെയാണ് അധിക പേരും. ഞാൻ ഒരിക്കലും ഉസ്താദിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടില്ല, കൂടെ ഇരുന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കും, അല്ലെങ്കിൽ ദർസിലിരിക്കും എന്നല്ലാത്ത കൂടെ ഇരിക്കുന്ന സ്വഭാവമില്ല. ഞങ്ങൾ രണ്ടുപേരും ധാരാളം സംസാരിച്ചു. പിരിയാനായ ഘട്ടത്തിൽ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, എന്നൊന്ന് മന്ത്രിച്ചു തരണം. അങ്ങനെ ഉസ്താദിൻ്റെ മുന്നിൽ തറയിൽ ഇരുന്നു. തല ഉസ്താദിൻ്റെ മടിയിലേക്ക് അടുപ്പിച്ച് വെച്ച് ഞാനിരുന്നു. ഉസ്താദ് മന്ത്രം തുടങ്ങി. ദീർഘമായ മന്ത്രം. ആ മന്ത്രത്തിലെ ചില വരികൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തൗദിഉക ഇബ്നി ഹാദാ. എൻ്റെ മനസ്സിൽ അന്ന് പതിഞ്ഞതാണത്. അതിൻ്റെ ബർക്കത്ത് ഞാൻ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉസ്താദിൻ്റെ മന്ത്രം കഴിഞ്ഞു. ഇനി മതിയടാ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. ഞാനും ഉസ്താദും മുഖാമുഖം നോക്കി. രണ്ടാളും കരഞ്ഞു. ഒരു അവസാന പിരിയലായിരിക്കുമെന്ന് ഒരിക്കലും ഊഹിച്ച് കൊണ്ടല്ല അന്ന് രണ്ടാളും കരഞ്ഞത്. അവസാനം ഉസ്താദ് എന്നോട് പറഞ്ഞ് ഉസ്താദിൻ്റെ ബെൽറ്റിൽ നിന്ന് 100 രൂപ എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇതവിടെ വെച്ചോ, നീ കുടുങ്ങൂല. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പിന്നീട് എനിക്ക് ഇതുവരെ ഒരു കുടുക്കും വന്നിട്ടില്ല.
ബഹുമാനപ്പെട്ട ചെർലോസ്താദിൻ്റെ വഫാത്ത് 1995 ജനുവരി 22, 1415 ശഅബാൻ 20 ഞായറാഴ്ച പ്രഭാതത്തിൽ മലേഷ്യയിലെ കോലാലംപൂരിലെ മസ്ജിദ് ഇന്ത്യ എന്ന സ്ഥലത്ത് വച്ച് ഈ ലോകവുമായി വിട പറഞ്ഞു. കോട്ട ദമൻസറ മക്ബറയിലാണ് അന്ന് അസറിന് ശേഷം ഖബറടക്കം ചെയ്തത്. വലിയ അത്ഭുതം മരണശേഷം നടന്നു. രോഗമായപ്പോൾ ഉസ്താദുമായി വളരെ ബന്ധം പുലർത്തിയിരുന്ന സിദ്ദീഖ് എന്ന മാന്യ വ്യക്തിയോട് പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചാൽ എൻ്റെ കാര്യങ്ങളെല്ലാം നീ ചെയ്യണം, വേറെ ഒരാളെയും ഒരു കാര്യവും ഏൽപ്പിക്കരുത്. ഞാൻ ഖബർ സിയാറത്തിന് വേണ്ടി പോയപ്പോൾ സിദ്ദീഖിനെ കാണുകയും അദ്ദേഹം എന്നോട് വിശദീകരിച്ച കാര്യങ്ങളാണ് ഇനി പറയുന്നത്. എൻ്റെ ജ്യേഷ്ഠൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, അവർ മലേഷ്യയിലുണ്ടായിരുന്നു കുറേ കാലം. അവരാണ് സിദ്ദീഖിനെ കണ്ടുപിടിച്ചത്. അങ്ങനെ അവർ ഉണ്ടായതുകൊണ്ട് സിദ്ദീഖിനെ കാണൽ എളുപ്പമായി. സിദ്ദീഖ് പറയുന്നു, മയ്യത്ത് കുളിപ്പിച്ചു. അവിടുത്തെ ഒരു പള്ളിയിലേക്ക് അസർ നിസ്കാരത്തിൻ്റെ സമയത്ത് ജനാസ കൊണ്ടുപോയി. ആ പള്ളിയുടെ പേര് ഞാൻ മറന്നതാണ്. മലേഷ്യയിൽ നിസ്കാരശേഷം പള്ളികളിൽ ജനാസ നിസ്കരിക്കാൻ എത്തിക്കുന്നത് സാധാരണയാണ്. കൂടുതലാളുകളാരും ഉസ്താദിൻ്റെ മരണം അറിഞ്ഞിരുന്നില്ല. ഉസ്താദുമായി ബന്ധമുള്ള പലരും കോലാലംപൂരിൽ നിന്ന് 335ഓളം കിലോമീറ്റർ ദൂരമുള്ള ജോഹറിലാണ്. മയ്യത്ത് പള്ളിയിൽ വച്ചത് പള്ളിയുടെ കയറി വരുന്ന സ്ഥലത്താണ്, പൂമുഖത്ത്. അപ്പോൾ ജനാസയുടെ മുഖഭാഗത്ത് നിന്ന് ടോർച്ചിൻ്റെ ലൈറ്റ് പോലെ ഒരു ലൈറ്റ് മുകൾ ഭാഗത്തേക്ക് അടിച്ചു വീശുന്നത് കണ്ടു. അസർ ജമാഅത്ത് കഴിഞ്ഞതോടെ പള്ളി ജനനിബിഡമായി. എവിടുന്ന് ഈ ആളുകൾ വന്നു എന്ന് ആർക്കും തന്നെ അറിയില്ല. അത്രയും ആളുകൾ. മയ്യത്ത് മിഹ്റാബിലേക്കെടുത്തു. സാധാരണ കോലാലംപൂരിൽ പോയവർക്കറിയാം, മയ്യത്ത് നിസ്കാരം കുറേ ബേക്കിൽ നിന്നാണ്. ജമാഅത്ത് നടക്കൽ തന്നെ പള്ളിയുടെ നടുഭാഗത്തിൽ നിന്ന്, അതിൻ്റെയും ബേക്കിലാണ് മയ്യത്ത് വെക്കൽ. എന്നാൽ ഇമാമ് നിൽക്കുന്ന സ്ഥലത്തിനേക്കാളും സാധാരണ നിസ്കാരം മിഹ്റാബിൽ നിന്ന് കുറേ ഇറങ്ങിയാണ് ഉണ്ടാകുക. അതിനേക്കാളും മുമ്പിൽ മിഹ്റാബിലേക്ക് എടുത്തു വച്ചു. പള്ളിയിലെ സൊഫുകൾ അടുപ്പിച്ച് നിന്ന് നിസ്കാരം കഴിഞ്ഞു. വളരെ അടുപ്പിച്ചാണ് നിന്നത്. അത്രയും ജനനിബിഡമായിരുന്നു. കോട്ട ദമൻസറ മക്ബറയിൽ ഖബറടക്കം കഴിഞ്ഞു. സിദ്ദീഖ് പറയുന്നു, ഞാൻ മയ്യത്ത് കുളിപ്പിച്ച ഹോസ്പിറ്റലിൽ പോയി. മയ്യത്ത് കുളിപ്പിച്ച ആൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി അയാളെ വിളിച്ചു. ഞാൻ 50 റിംഗിറ്റ് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മയ്യത്ത് കുളിപ്പിക്കാൻ എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. ഞാൻ ധാരാളം മയ്യത്തുകൾ കുളിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മയ്യത്തിനെ ഞാൻ ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കുമ്പോൾ, സോപ്പ് തേക്കുമ്പോൾ വേറെ ആരോ അത് ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. ശരീരത്തിൽ അഴുക്ക് തീരെ ഇല്ല. കുളിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു കിടത്തേണ്ട ഘട്ടം വരുമ്പോൾ എനിക്ക് തോന്നും ഞാൻ മയ്യത്ത് സ്വയം തിരിയുകയാണ് എന്ന്. ആ മയ്യത്തിൻ്റെ പുഞ്ചിരി അത് എൻ്റെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നു. മരിച്ചു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു ആ കിടത്തം. ഞാൻ എത്ര ഭാഗ്യവാൻ!
അതുകൊണ്ട് അത് കുളിപ്പിക്കാൻ അവസരം തന്ന നിങ്ങൾക്ക് പണം ഞാൻ തരാം എന്ന് പറഞ്ഞു കരഞ്ഞു ആ മയ്യത്ത് കുളിപ്പിക്കുന്ന വ്യക്തി എന്നെ പിടിച്ച് ആലിംഗനം ചെയ്ത് പിരിയുകയാണുണ്ടായത്. സിദ്ദീഖിൻ്റെ വരികളാണ് ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹു ആ മഹാനോട് കൂടെ നാം എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരുടെ ഇൽമു കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഉപകാരം ചെയ്യുമാറാവട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ശഫാഅത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അവരുടെ തണൽ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സലീം ദാരിമി ചെർള.